നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോ. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ടോപ്പിക്കൊന്നും ഇല്ലാതൊരു റീഡിങ് ചെയ്യാം. മേ ബി അതൊരു മിക്ക കാര്യങ്ങളും നമുക്കതിൽ അറിയാൻ പറ്റും. ജസ്റ്റ് നമ്മളെപ്പോഴും കറണ്ട് ഫീലിങ്സ് ഒക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം കാണിച്ച എന്ത് കാര്യങ്ങളാണ്, ചുമ്മാ ഒരു ടോപ്പിക്ക് ഇല്ലാതെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ആക്ച്വലി നമ്മൾ ടാരോട്സിന് പ്രത്യേകിച്ച് ടോപ്പിക്സ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ റീഡിങ്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്സും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ റീഡിങ്സ് കാണുന്നവരുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ടോപ്പിക്സ് ഇടുന്നുള്ളത്. ഐ തിങ്ക് നമ്മളിടുന്ന കറണ്ട് ഫീലിങ്സ് ആണെങ്കിൽ പോലും അതിൽ ഒത്തിരി ആൾക്കാർക്ക് പല പല കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ലൈക്ക് കറണ്ട് ഫീലിങ്സ് എന്നുള്ളതിലുപരി ഫ്യൂച്ചറും നിങ്ങളുടെ റിലേഷൻ്റെ പാസ്റ്റും ഒക്കെ എനർജീസ് വരാറുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഓരോരുത്തരിങ്ങനെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ പേഴ്സണൽ മെസ്സേജസ് ഇടുമ്പോൾ അപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എനർജീസ് പ്ലീസ്. കറണ്ട് എനർജി പ്ലീസ് ഡിവൈൻ. കറണ്ട് എനർജി പ്ലീസ്. One minute. ഒരു ഡിസ്ട്രാക്ഷൻ വന്നു പെട്ടെന്ന്. അപ്പം ഞാൻ അതിൻ്റെ പുറകെ പോയി. അതങ്ങനെയാണ്, നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉള്ളപ്പോഴേ നമുക്കത് പ്രോപ്പറായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾ വീഡിയോസൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. കുറേ പേരൊക്കെ എന്നോട് വന്ന് ചോദിച്ചു ഞാൻ ജീവനോടുണ്ടോ എന്ന്. ജീവനോടുണ്ട്, തിരക്കായിപ്പോയി കുറച്ച്. ഈസ്റ്റൊക്കെ അല്ലായിരുന്നോ? നൈറ്റ് ഓഫ് കപ്സ്, 10 ഓഫ് സോഴ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 5 ഓഫ് പെൻറ്റാക്കിൾസ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ റീഡിങ് കാണുന്ന വ്യൂവേഴ്സിൻ്റെ എനർജീസാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ വല്ലാണ്ട് എന്താ പറയുക, ഫൈനാൻഷ്യൽ ക്രൈസിലാണ് ഈ ഒരു ടൈമിൽ നിൽക്കുന്നതെന്ന് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ കടബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഫൈനാൻഷ്യൽ ക്രൈസിസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. നിങ്ങൾ വളരെയധികം ഹേർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് എനിക്കിവിടെ നിങ്ങളെ കാണാൻ പറ്റുന്നുള്ളത്. നല്ലതായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. മേ ബി നിങ്ങൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും റീസെൻ്റ് ആയിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാകും. മേ ബി ഇറ്റ്സ് യുവർ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം. എന്തൊക്കെയോ ഒത്തിരി പെയിൻ നിങ്ങൾക്ക് ശരിക്കും അവർ പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡ്സിനെ കഴിഞ്ഞും കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും 10 സോഴ്സസ് നിങ്ങളുടെ ബോഡിയിൽ അത്രയും പെയിൻ കുത്തിയിറങ്ങുമ്പോഴുള്ള ആ ഒരു പെയിൻ, ഒരു പക്ഷേ ആ ഒരു വേർഡ്സ് ഈ പറഞ്ഞപ്പോൾ ആ ഒരു വ്യക്തിയുടെ ആ റെസ്പോൺസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജിയിൽ അവരുടെ ഒരു ആ ഒരു സംസാരത്തിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതിനോ നിങ്ങൾ ഈ ഒരു ടൈമിൽ വളരെയധികം പെയിനിലാണ്, പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇത്രയും പെയിനോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ശരിക്കും നിങ്ങൾക്കാണെങ്കിലും ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു പെയിൻ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പെയിൻ എത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിലാണ് നിങ്ങളുടെ ഹേർട്ടിൽ. നിങ്ങൾക്ക് വല്ലാത്ത ഹേർട്ടിലൊരു ഭാരം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. നന്നായിട്ട് നിങ്ങൾക്കൊരു ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് പെയിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. ഐ തിങ്ക് പെയിനെ കഴിഞ്ഞും ഭയങ്കരമായിട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒന്ന് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ലൈക്ക് പെയിനൊന്നും അല്ല എന്നുള്ളൊരു എനർജി. ശരിക്കും നമ്മളുടെ കയ്യിലേക്കൊക്കെ ഒരു വാള് കുത്തിക്കല്ലേ, ഹേർട്ടിലേക്കൊക്കെ ഉള്ളൊരു വാള് കുത്തി കയറ്റുമ്പോൾ, അല്ലെങ്കിൽ ഒരു കത്തി കുത്തി കയറ്റുമ്പോൾ ഉള്ള നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യുന്ന ഒരു പെയിൻ, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങളുടെ ഹേർട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു ഭാരം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, വളരെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിലും. അതിനോ നിങ്ങൾ ഭയങ്കര ഹാർഡ്ഷിപ്പിലാണ്, വളരെയധികം ഡൗൺ ആണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ്. ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, നിങ്ങളിപ്പം ആയിരിക്കുന്ന സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഇഫ് നിങ്ങളുടെ കരിയറിലാവാം, നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കുന്ന നിമിഷങ്ങളിലാവാം,
എപ്പോഴും നിങ്ങൾക്ക് എന്തൊക്കെയോ ഓർമ്മകളാണ്, പെട്ടെന്ന് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. യെസ്, റിലേഷൻഷിപ്പ് ഉണ്ട്, പ്ലസ് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് നിങ്ങൾക്ക് ഒത്തിരി അധികം ഉണ്ട്. കാരണം അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും മൊത്തത്തിൽ പെയിനാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കറൻറ്റ് എനർജി, പാർട്ട്ണറിൻ്റെ കറൻറ്റ് എനർജീസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ്, കറൻറ്റ് എനർജീസ് എന്താ? ഡസൻ മാറ്റോ, നിങ്ങളുടെ പേഴ്സൺ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആവും കേട്ടോ. ഇവിടെ ശരിക്കും ഒരു സൈക്കോത്തരമാണ് ഈ റീഡിങ്ങിലേക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഈ റിലേഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഫസ്റ്റിൽ തന്നെ പറയാൻ പറ്റും. കാരണം ഒരാൾ ഇവിടെ റൺ ചെയ്തു, അതായത് ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും, ഗോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഒരാളെ. സ്റ്റിൽ ഗോസ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾ നിങ്ങൾ വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്നില്ല, നിങ്ങളവരെ പറ്റിച്ചിട്ട് പോയി, നിങ്ങളാണ് മൂവ് ചെയ്തത്. ഇതൊരു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റി. ഈ ഒരു വ്യക്തിക്ക് മൂവ് ചെയ്യാൻ ഇതിൽ പറ്റത്തില്ല. സ്റ്റിൽ ഈ ഒരു വ്യക്തി ആ ഒരു എനർജി ഉണ്ടല്ലോ, ലൈക്ക് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വരട്ടെ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ, നിങ്ങൾ ക്ലിയർ ചെയ്യട്ടെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരട്ടെ എന്നുള്ളൊരു തോട്ട്സ് ആണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഇവരിപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുന്നതിനൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ചെല്ലണം എന്നുള്ളൊരു തോട്ട്സ് ആണ്. ലൈക്ക് ഡൗൺ ആണ് ആളും, നല്ല രീതിക്ക് ഡൗൺ ആണ്. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ ശരിക്കും ഇവർ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഇപ്പം ഗേൾസ് ഒക്കെ ആണെങ്കിലും മാരീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ എൻഗേജ്ഡ് ആയിരിക്കുന്ന ടൈമിലാണ് ഇവർക്ക് നിങ്ങളുടെ ഓർമ്മ വരാതിരിക്കുന്നത്. പക്ഷെ ഇവർ നൈറ്റൊക്കെ കിടന്നുറങ്ങുന്ന ഒരു ടൈം, അല്ലെങ്കിൽ ആ ഒരു എല്ലാ ടെൻഷൻസും ബേർഡൻസും ഒക്കെ എടുത്തു വെച്ചിട്ട് ഒരു റെസ്റ്റിംഗ് ഫേസ് എന്നുള്ളൊരു ടൈം, അല്ലെ ഒരു ലോൺനെസ്, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നിങ്ങളുടെ കാര്യം ഓർമ്മ വരും. നിങ്ങൾ ഈ റിലേഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തില്ല, നിങ്ങൾ ഈ റിലേഷനിൽ ഭയങ്കരമായിട്ടും ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾ ട്രൂ ഫീലിങ്സ് ഇവരെ കാണിക്കുന്നില്ല, ഈ ഒരു വ്യക്തി മാത്രമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലേ അല്ല എന്നത്തെ ഒരു എനർജീസ്, അങ്ങനെയുള്ളൊരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. ലൈക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താ മെയിനായിട്ടും അങ്ങനെ അങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു എന്താ പറയുക, വലിയൊരു റിലീഫ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലല്ലോ, അവരുടെ മിസ്റ്റേക്സ് ആണ്, അപ്പോൾ അവർ തന്നെ വന്ന് സംസാരിക്കണം എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. ചില ആളുകൾ അങ്ങനെയാണ്, അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്, പക്ഷെ അവർ പറയും, എന്താ അവർ പറയുന്നത്, നീയാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യും നമ്മളെ. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഒരു വ്യക്തിയുടെ ഇതിൽ ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, ചെക്ക് ചെയ്യുകയാണ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ വേറെ വല്ല റിലേഷൻഷിപ്പിലും ആയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ശരിക്കും എന്താ സംഭവിച്ചത്, നിങ്ങൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് സൈലൻ്റ് ആയത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കാണെങ്കിലും ശരി ചില സമയത്ത് ഇവരുടെ മൈൻഡിൽ വരും, ലൈക്ക് കോണ്ടാക്ട് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്താണെന്ന് അറിയാമല്ലോ, അറ്റ്ലീസ്റ്റ് എന്താ സിറ്റുവേഷൻസ് എങ്കിലും ഒന്ന് അറിയാമല്ലോ എന്നുള്ള രീതിക്ക് ആൾ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട്സിൽ വരുമ്പോൾ പിന്നെ ആളോർക്കും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളൊരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി പോകുന്നുണ്ടാവും. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി പ്ലീസ് ഗിവ് മി ഡീറ്റെയിൽഡ് റീഡിംഗ്. ടൈമിൽ ഇവിടെ ഈ ഒരു കണക്ഷനിൽ മെയിനായിട്ടും ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ആൻസേഴ്സ് വേണം. ജെമിനി എനർജീസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ജെമിനി, ലിബ്ര, അക്വേരിയസ്, ജെമിനി എനർജീസ്. അപ്പം ശരിക്കും ഇവർക്കും ക്ലാരിറ്റി വേണം,
ഇവരും ക്ലാരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരിക്കും ആ ഒരു ക്ലാരിറ്റി അല്ല, ഇപ്പം നിങ്ങളെന്താ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ ക്ലാരിറ്റിയാണ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടത്. അതെന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഇങ്ങനെ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കാത്ത ഒരാളായിരിക്കും, എപ്പോഴും ചേസ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പം നിങ്ങൾ സൈലൻ്റ് ആയിട്ട് എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ടുള്ളത്. സി നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താ പറയുക, ഇപ്പം നിങ്ങളുടെ ഈ റിലേഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക ആ ടൈമിൽ. അതാണ് ബ്രിങ് ലവ് ഇൻ ടു ദി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അക്വേരിയസ് എനർജീസ് ആണ്, എഗെയിൻ ജെമിനി എനർജീസ്, എയർ സൈൻ എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മേ ബി നിങ്ങൾ വല്ല സോൾ കണക്ഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടെസ്റ്റ്, യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. സോ ആ ഒരു എനർജീസ് ഇതൊരു ഡിവൈൻ ടെസ്റ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് ഈ റിലേഷനിൽ എത്രമാത്രം പ്രയോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവാം, പക്ഷെ നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല. ഡിവൈൻ, നിങ്ങൾ ഒത്തിരി പ്രേയേഴ്സ് ചെയ്യുന്നുണ്ട്, ശരിക്കും ഡിവൈൻ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു വ്യക്തിനെ. ലൈക്ക് ഈ ഒരു വ്യക്തി എത്രമാത്രം ഈ റിലേഷനോട് കമ്മിറ്റഡ് ആണ്, ഇവരെത്രമാത്രം ഈ ഒരു നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുടെ അടുത്ത് ലോയലാണ് എന്ന് ഡിവൈൻ എന്താ പറയുക ഇവരെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ ഇവിടെ ടെസ്റ്റിങ്ങിൻ്റെ എനർജീസിൽ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻ ചെയ്യും എന്നാണ് കാണിക്കുന്നുള്ളത്. ഇവിടെ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ റിലേഷനിൽ വരും, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരും, എ വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ ഫേവറിലായിരിക്കും ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് വരുന്നുണ്ടാവുക, ഒരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ടാവും. ഇഫ് ഇറ്റ്സ് ഇതൊരിപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും സോൾ കണക്ഷനിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടിൻ ഫ്ലെയിം ജേണിയൊക്കെ പോലുള്ള ജേണികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സൈക്കിൾസ് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ ജേണിയിൽ കുറേ ലോങ് പോയിട്ടുള്ളവർക്കല്ല ഈ ഒരു ഗൈഡൻസ് വരുന്നുള്ളത്. അപ്പം നിങ്ങൾ എൻഡിങ് ഫേസിലൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതല്ല. ഇനിയുള്ള ടൈം നിങ്ങളുടെ റൊമാൻറ്റിക് ഫേസാണ് വരാൻ പോകുന്നത്. റൊമാൻറ്റിക് സൈക്കിൾസാണ് ഈ റിലേഷനിൽ വരാൻ പോകുന്നത്, നിങ്ങളുടെ ടിൻ ഫ്ലെയിമുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ്സുമായിട്ട് എന്നുള്ളൊരു എനർജീസും എനിക്കിവിടെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹവും നിങ്ങളെ മാരി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അത് ഇതുവരെയും നിങ്ങളോട് റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളെ മാരി ചെയ്യണം, ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനും ഈ ഒരു വ്യക്തി എടുക്കുന്നുണ്ടാവില്ല. നിങ്ങളെ എപ്പോഴും ഫീൽ ചെയ്യിപ്പിക്കുന്നത് മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ റിലേഷനിൽ ഉണ്ട് എന്നുള്ളൊരു തോട്ട്സിലായിരിക്കും നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ലൈക്ക് അങ്ങനത്തെ ഒരു എനർജികളാണ് നിങ്ങൾ, അതായത് ഇവരുടെ ട്രൂ ഫീലിങ്സ് എന്താണോ ഒരു ഫീലിങ്സിനെ ഈ ഒരു വ്യക്തിയെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് ഹൈഡ് ചെയ്തിട്ടാണ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ടൈമിൽ നിങ്ങൾ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നിങ്ങളുമായിട്ട് ഇതിന് മുമ്പ് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സിനെയൊക്കെ ഒരു വ്യക്തി റീകോൾ ചെയ്യാണ്. ഒരു പക്ഷേ എത്രയൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു കെയർ അല്ലെങ്കിൽ ആ ഒരു ലവ് അത് വളരെ സ്പെഷ്യലാണ് ഈ ഒരു വ്യക്തിക്ക്. കാരണം അത്രയും ലവ് ഒരു കെയറും ഒന്നും വേറൊരു വ്യക്തിയും ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടേ ഉണ്ടാവില്ല. വളരെയധികം സ്ട്രെസ്ഡ് ആണ് ഈ ഒരു വ്യക്തി. വളരെയധികം ഐ തിങ്ക് ഇവരുടെ ഫാമിലിയിലും ഇവരുടെ ലൈഫിലും ഒക്കെ ഒത്തിരിയധികം കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയധികം ഈ ഒരു വ്യക്തിയുടെ ഷോൾഡറിലുണ്ട്, ഒത്തിരിയധികം ബേർഡൻസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം സ്റ്റെപ്പ് ബാക്ക് ചെയ്തു പോയി എന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നെങ്കിൽ പോലും ശരിക്കും അവർക്ക് വല്ലാത്തൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇതിൽ വല്ലാത്തൊരു ബേർഡൻ ഫീൽ ചെയ്യുകയാണ്. ലൈക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസ്, നിങ്ങളുടെ ആ ഒരു തോട്ട്സ്, നിങ്ങളുമായിട്ട് ആ ഒരു ആൾക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം, എത്രയൊക്കെ കണക്ഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇവർ ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടും ഇവർക്കൊരു കംപ്ലീഷൻ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടും ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എനർജിയിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുന്നില്ല.
ഇവർ ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നല്ല തൊണ്ടവേദനയാണ്. ഞാനതുകൊണ്ട് കുറച്ച് ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഇവിടെ വച്ചേക്കുക. ഓക്കെ, സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ, ക്യാൻസർ, സ്കോർപിയോ, പൈസിസ് വാട്ടർ സൈൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസും ഇവിടെ ആക്റ്റീവാണ്. ഓക്കെ, ഒരു ഒറ്റ കാർഡ്സ് കൂടെ നമുക്ക് എടുത്ത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ. ഇന്റൻസിറ്റി, ട്രാവലിംഗ്, ദി ബോർഡർ. സി ഗൈസ്, ഇവിടെ നോ ടു നത്തിങ്നെസ്സിൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ നോ ടു നത്തിങ്നെസ്സിൻ്റെ കാർഡ് കണ്ടോ, ശൂന്യമാണത്. ഇതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഫീൽ ചെയ്തത്, മൊത്തത്തിൽ ശൂന്യമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ഇതിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഔട്ട്കോ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ളൊരു തോട്ട്സിലാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോപ്പ് അതുപോലെ ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ടാവാം നിങ്ങളുടെ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഇവർ ട്രാവൽ ചെയ്ത് വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവർ സംതിങ് ഈസ് റിലേറ്റഡ് ടു ട്രാവലിംഗ്, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ട്രാവലിംഗ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, സോ വല്ലാത്തൊരു ബേർഡനിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ളതെന്നുള്ളൊരു റിയലൈസേഷൻസ് ഈ ഒരു വ്യക്തിക്കൂടെ ഉണ്ടാവുകയാണ്. സോ ഇവിടെ റെഡ് കളേഴ്സ് കണ്ടോ, റെഡ് കളർ ഈസ് പാഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫയർ സൈൻ ആക്റ്റീവാണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സോ വല്ല പ്രേയേഴ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല ഹെവി ആയിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് ചെല്ലുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സ് ബിഹൈൻഡ് ദ സീനിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ്, ഐ ഡോണ്ട് നോ, ആൻസസ്റ്റേഴ്സിൻ്റെ എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻസസ്റ്റേഴ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ്, അല്ലെങ്കിൽ ഏതോ ഒരു സോള്, നിങ്ങളുടെ കൂടെ ഏതോ ഒരു നല്ലൊരു സോളുണ്ട്. നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കണം, നല്ലത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും സോളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആവാം. ഓക്കെ, ആൻസസ്റ്റേഴ്സ് ഒക്കെ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു സോൾ ഒത്തിരിയധികം ഈ റിലേഷന് വേണ്ടിയിട്ട് എഫോർട്ട് ഇടുന്നുണ്ട്, ബിഹൈൻഡ് ദ സീനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഫീമെയിൽ. ഓക്കെ, ഒരു ഫീമെയിൽ എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇൻവിസിബിൾ ആണ്. നിങ്ങൾക്ക് മേ ബി അത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, സെൻസ് ചെയ്യുന്നുണ്ടാവും ചിലരൊക്കെ, എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു ബിഹൈൻഡ് ദ സീനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എനർജി, ഒരു സോള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരു സോൾ. അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും സോളുകളാവാം, അല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ. സോ അവർ എനർജീസ് എനിക്കിവിടെ നല്ല ഹെവി ആയിട്ട് എനിക്ക് അവർ എനർജി സെൻസ് ചെയ്യുന്നുണ്ട്. പൊതുവെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റീഡിങ്സിൽ പറയാറൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് ഈ ഒരു കണക്ഷനിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ആ ഒരു സോൾ ചെന്നിട്ട് ഇവർക്ക് ഇത്രയും സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസും ഉണ്ടാവും. കാരണം നിങ്ങൾ ഇത്രയും പെയിൻ അനുഭവിക്കുമ്പോൾ അവരും അത്രയും പെയിൻഫുള്ളായിട്ട് അവരത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട എന്നുള്ളൊരിതാവാം, അല്ലെങ്കിൽ അവർക്കും ആ ഒരു പെയിൻ എത്രമാത്രം ഉണ്ടെന്ന് റിയലൈസ് ചെയ്യിപ്പിക്കുന്നതാവാം ആ ഒരു സോള്. ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് മേ ബി ചിലർക്കൊക്കെ ഇങ്ങനെ നമുക്കറിയാൻ പറ്റുമല്ലോ, ഇങ്ങനെ നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ മരിച്ചവരുടെയൊക്കെ സോള് നമ്മുടെ കൂടെ ഉണ്ട്, അവർ നമ്മളുടെ ഗുഡ് സോളാണ്, നമ്മുടെ നല്ലത് അറിയാനായിട്ട് നല്ലത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സോൾസ് ആണെന്നൊക്കെ നമുക്കിങ്ങനെ വരുമല്ലോ ഇൻറ്റ്യൂഷൻസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഹൈലി ഇത് അവർക്ക് റിസണേറ്റ് ആവുന്നുണ്ടാവും. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ യൂണിവേഴ്സ്, ഡിവൈൻ എല്ലാം ഈ ഒരു കണക്ഷന്, നിങ്ങൾ ഡിവൈൻ വിശ്വസിക്കുന്ന ഡിവൈൻ പവേഴ്സ് ഒക്കെ ഈ ഒരു യൂണിയന് വേണ്ടിയിട്ട്, ഈ ഒരു റീകോൺസിലേഷന് വേണ്ടിയിട്ട്, ഈ ഒരു മാരേജിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് നിങ്ങൾ ഓൺലൈൻ റിലേഷൻഷിപ്പാണ്, നിങ്ങൾ കുറേ മീറ്റൊന്നും ചെയ്യാതെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ മീറ്റ് ചെയ്യണം എന്നൊരു പ്ലാനിങ്ങിൽ ഇരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, റിലേഷൻ സെപ്പറേഷൻ ഫേസിലേക്കായി. ഒരാൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു, പിന്നെ ഒരാളിങ്ങനെ ഭയങ്കരമായിട്ടും സൈലൻ്റ് ആയിട്ട് അങ്ങ് പോയി, നിങ്ങൾ കോൺടാക്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങ് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജീസും ആകും ഇവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സോളൊക്കെ നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ അലൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. നിങ്ങൾ അത് ഓർത്തിട്ടൊന്നും ഡൗൺ ആവണ്ട കേട്ടോ.